എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്തെടുക്കാണ്, സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. ഇന്ന് അരിപ്പൊടി വെച്ചുള്ള ഒരു അടിപൊളി ഒരു പാക്കായിട്ട് ഇന്ന് തയ്യാറാക്കാൻ പോണത്. നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും മുഖം നല്ലൊരു ഗ്ലോ കിട്ടാനും മുഖം നല്ല സോഫ്റ്റ് ആകാനൊക്കെ പറ്റിയ സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ 2 ദിവസം മുമ്പ് നമ്മൾ ഒരു ഫേഷ്യൽ ചെയ്തില്ലായിരുന്നു, ആ അരിപ്പൊടിയാണ് കേട്ടോ ഇത്. 2 ദിവസം മുമ്പല്ല, 3-4 ദിവസം മുമ്പ് വന്നു. അപ്പം അന്നേരം തയ്യാറാക്കി വെച്ചിരുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഇത്. ഒരു കേടും വന്നിട്ടില്ല. ഇതാ ഇടിനി തന്നെയാണ് വെച്ചിരുന്നത്. നമ്മൾ ഈ അരിപ്പൊടി, കടലമാവ്, ഇപ്പോൾ പൊടികളൊക്കെ ഉണ്ടാവില്ല, ആ പൊടികളൊക്കെ നമ്മൾ ടിന്നിലേക്ക് മാറ്റുമ്പോൾ ടിന്ന് അത്യാവശ്യം നനവുണ്ടോ ഇല്ല നമ്മൾ ശരിക്കും നോക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ടിന്നൊക്കെ വെയിലത്തൊക്കെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിട്ട് കിട്ടും. നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കുന്നതിനേക്കാളും നല്ലത് അത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നതായിട്ട് നല്ലത്. അതുപോലെ ഉണക്കിയെടുത്ത് ഞാൻ അരിപ്പൊടി ഇതിലേക്ക് അങ്ങ് എടുത്ത് വെച്ചാണ് കേട്ടോ. ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് കുക്കുംബർ ജ്യൂസാണ് കേട്ടോ. ഞാനിതാ ചെറുതായിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു കുറച്ച് ഞാൻ എടുത്തിട്ടുള്ള കുക്കുംബർ ജ്യൂസ് ഇതിലേക്ക് അങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിപ്പൊടിയിലായിട്ട് ചേർത്ത് കൊടുക്കാം, കുറച്ചെടുത്ത് കൊടുക്കാവേ. ഇത് നമുക്കിതിലോട്ടൊന്ന് കുറച്ച് തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്യാനുണ്ട്, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തൈരും കുക്കുംബർ ജ്യൂസും കൂടിയാണ് ഞാൻ ഇതിലെടുത്തേക്കുന്നത്. അരിപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പാക്ക് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ. നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം, അത്രയേ ഉള്ളേ. മുഖം ഇപ്പോൾ ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ടാനൊക്കെ പോകാനൊക്കെ നല്ലതാണ്. 2 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുവാണെങ്കിൽ ടാനൊക്കെ വേഗം പോകും കേട്ടോ. ചില ആൾക്കാർക്ക് ടാനൊക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ തവണ പാക്ക് തേക്കുമ്പോൾ തന്നെ ആ ടാനൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി കിട്ടാറുണ്ട് ചില ആൾക്കാർക്ക് കേട്ടോ. ചില ആൾക്കാർക്ക് 2-3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ കുക്കുംബർ ജ്യൂസൊക്കെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല ഹൈഡ്രേഷൻ ആയിട്ടുണ്ടാവേ, അധികം ഡ്രൈ ആവത്തേ ഇല്ല കേട്ടോ. ഒരു ഫാൻ വെച്ചിട്ടുണ്ട്, ചെറിയൊരു ഫാനാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു ഫാനാണ് കേട്ടോ. നല്ല തണുപ്പാണ്, അല്ലാതെ ഫാനിലൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മോ പൊള്ളി ചാവും. അത് ഫാനൊന്ന് ജസ്റ്റ് തിരിച്ച് വെക്കട്ടെ. നമ്മൾ പാക്ക് തേക്കുമ്പോണ്ടല്ലോ പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ, ശരിയാണ്. പക്ഷേ നമ്മളൊരു 10 മിനിറ്റ് നമ്മുടെ മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കണമല്ലോ, ആ ഒരു സമയം നമ്മൾ കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിൽ നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കണം. അല്ല നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ തന്നെ തേച്ചുകൂടെ തന്നെ ഫാനിൻ്റെ ചുവട്ടിൽ ഇരിക്കരുത്. അതുകൊണ്ട് ഞാൻ ഫാനിപ്പം തിരിച്ചായിട്ട് വെച്ചേക്കുന്നത്. താത്തി വെക്കട്ടെ. ഞാൻ കഴുത്ത് തേക്കുന്നില്ല കേട്ടോ, മുഖത്ത് മാത്രം തേക്കുന്നുള്ളേ. തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആവും കേട്ടോ. 10-15 മിനിറ്റ് അത്രയ്ക്ക് വേണ്ടി വരുള്ളൂ. അന്നേരം നമുക്ക് കഴുകിക്കളയാവേ. ഇത് നമുക്ക് കാണാം കേട്ടോ. ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖം നല്ലൊരു സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ കുക്കുംബർ ജ്യൂസൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ മുഖം നല്ലൊരു ഹൈഡ്രേഷൻ ആയിട്ട് തന്നെ ഇരിക്കുക. അരിപ്പൊടിയൊക്കെ നമ്മൾ തേക്കുമ്പോൾ മുഖം അത്യാവശ്യം പെട്ടെന്ന് ഡ്രൈ ആവാറുണ്ട്. പിന്നെ നമ്മൾ കുക്കുംബർ ജ്യൂസും തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് മുഖം അങ്ങനെ ഡ്രൈ ആവത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.